കുറച്ചൊക്കെ വിവരമുള്ള ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഹാഫിള് ദഹബി, നിങ്ങളുടെ ഇമാമി ഇബ്നു റജബ്, ഇബ്നു കസീർ, ഇതിലാരെങ്കിലും ലഈഫായ ഹദീസിനെ മൊത്തത്തിൽ തള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ലഈഫായ ഹദീസ് ഫളായിലുൽ അഅ്മാലിൽ സ്വീകരിക്കാം. ആ ലഈഫായ ഹദീസ് തന്നെ പല റിപ്പോർട്ടുകളിലൂടെ വരുമ്പോൾ അത് സ്വഹീഹ് എന്ന സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലൈലത്തുൽ ബറായിൽ തൊട്ട് കളിക്കേണ്ട മൗലവിമാരെ പണിവാളും. ഇതേ ഇബ്നു ഹജറിൽ ഹൈതമിയുടെ വേറൊരു കിതാബാണ് ഫത്ഹുൽ ഇലാഹ് ഫി ശറഹിൽ മിഷ്കാത്ത്. ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാന ഫഖൂമു ലൈലഹ വസൂമു യൗമഹ. ആ ഹദീസിൽ വസൂമു യൗമഹ ലിഖുസൂസിഹാ. ദിനിയിലിന്റെ റബ്ബേ. 1978 കാലത്ത് ഉമ്മത്തൂർ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മുദരിസ, വയസ്സായ സമയമാണ്, ഓർമ്മക്കുറവുള്ള സമയം. ആ സമയത്ത് അതേ കോളേജിൽ ഒരു മുദരിസ് ഉണ്ടായിരുന്നു. ഉള്ളിൽ ബിദ്അത്ത്, പുറത്ത് സുന്നീസം. ഇതൊക്കെ സമസ്ത സ്മരണികയുടെ 66-ാമത്തെ പേജിൽ പച്ച മലയാളത്തിൽ കാണാം. എടുത്ത് വായിച്ചു നോക്ക്. അങ്ങനെ കണ്ണിയത്തുസ്താദിന് മുമ്പിൽ വന്നിട്ട് ഈ ഫത്വ വായിച്ചു. ബഹുമാനപ്പെട്ടവരങ്ങ് ഒപ്പിട്ട് കൊടുത്തു. കണ്ണിയത്തുസ്താദ് അതിൽ നിന്ന് പിന്മാറി റംലി ഇമാമിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാനിന് പ്രത്യേകമായ സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട് എന്നെഴുതി ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ആദ്യത്തെ നോട്ടീസ് മാത്രം വഹാബി പുറത്തുവിടുന്നു, രണ്ടാമത്തത് പുറത്തുവിടുന്നില്ല.